എല്ലാവർക്കും നമസ്കാരം. പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ നഷ്ടപരിഹാരത്തിനുള്ള അപേക്ഷ എയിംസ് പോർട്ടലിൻ്റെ പുതിയ വെർഷനിലൂടെയാണ് ഇനി മുതൽ ലഭ്യമാവുക. എയിംസ് പോർട്ടലിൻ്റെ പുതിയ വെർഷനിലേക്ക് നിലവിൽ എയിംസ് പോർട്ടലിൽ ലഭിച്ചു വരുന്ന സേവനങ്ങളിൽ നാച്ചുറൽ കലാമിറ്റി സ്കീം മാത്രമാണ് മാറുന്നത്. ക്രോപ്പ് ഇൻഷുറൻസ്, പാഡി റോയൽറ്റി, ബേസ് പ്രൈസ് തുടങ്ങിയ സ്കീമുകൾ കുറച്ച് കാലത്തേക്ക് കൂടെ എയിംസിൻ്റെ പഴയ പോർട്ടലിൽ കൂടി തന്നെയായിരിക്കും ലഭ്യമാവുക. അപ്പോൾ എങ്ങനെയാണ് പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസത്തിന് പുതിയ പോർട്ടലിലൂടെ അപേക്ഷ സമർപ്പിക്കുന്നത് എന്നുള്ള വിവരമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളീ കാണുന്നതാണ് നമ്മൾ സ്ഥിരമായി സന്ദർശിക്കുകയും അപേക്ഷ സമർപ്പിക്കുകയും ചെയ്യുന്ന നമ്മുടെ നിലവിലെ എയിംസ് പോർട്ടൽ, അഥവാ ഒന്നാമത്തെ എയിംസ് പോർട്ടൽ വെർഷൻ 1. പുതിയ പോർട്ടലിലേക്ക് അല്ലെങ്കിൽ പുതിയ വെർഷനിലേക്ക് പ്രവേശിക്കുന്നതിനായിട്ട് രണ്ട് രീതിയിൽ പ്രവേശിക്കാം. ഒന്ന്, ഈ പോർട്ടലിൻ്റെ ഈ ഭാഗത്തായി എയിംസ് ന്യൂ സർവീസസ് എന്നൊരു ബട്ടൺ നൽകിയിട്ടുണ്ട്. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ പുതിയ സൈറ്റിലേക്ക് പോകട്ടെ എന്ന് ചോദിക്കും. ക്ലിക്ക് ഹിയർ കൊടുത്താൽ നമ്മുടെ എയിംസിൻ്റെ പുതിയ വെർഷനിലേക്ക് പോകാൻ സാധിക്കും. ഇവിടെ ലോഗിൻ എന്ന് പറയുന്ന ബട്ടൺ നൽകിയിട്ടുണ്ട് വലതുവശത്തായിട്ട്. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ പോർട്ടലിൽ പ്രവേശിക്കാം. അതല്ലെങ്കിൽ പഴയ പോർട്ടലിൽ തന്നെ കർഷകർ നിലവിൽ ലഭിച്ചിട്ടുള്ള യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇതൊരു ഡമ്മി പോർട്ടലാണ്. അപ്പോൾ ഒരു സാമ്പിൾ ഡേറ്റ ഉപയോഗിച്ച് ഞാനൊന്ന് ലോഗിൻ ചെയ്ത് കാണിക്കുകയാണ്. ഇത് നമ്മൾ അപേക്ഷ സമർപ്പിക്കുന്ന പോർട്ടലാണ്. ഇവിടെ ഈ ഭാഗത്താണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കുന്നത്. അതിന് താഴെയായി പുതിയൊരു ബട്ടൺ കാണാനായിട്ട് സാധിക്കും. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് പുതിയ പോർട്ടലിൻ്റെ കർഷകരുടെ ഡാഷ്ബോർഡിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ ഒന്നുകിൽ പുതിയ വെബ്സൈറ്റിൻ്റെ ഹോം പേജ് സന്ദർശിച്ച് ലോഗിൻ ബട്ടൺ ഉപയോഗിച്ച് വരുന്ന ലോഗിൻ പേജിൽ ഇടതുവശത്തായി കർഷകർക്ക് നൽകിയിട്ടുള്ള ലോഗിൻ ബട്ടൺ ഉപയോഗിക്കാം. അല്ലെങ്കിൽ പഴയ പോർട്ടലിൽ തന്നെ ലോഗിൻ ചെയ്തതിന് ശേഷം ഈ ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് പുതിയ പോർട്ടലിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും. ഈ രണ്ട് രീതിയിലും പുതിയ പോർട്ടലിലെ കർഷകരുടെ ഈ ഡാഷ്ബോർഡിലേക്കായിരിക്കും എത്തുക. ഇവിടെ നിന്നാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ പഴയ പോർട്ടലിൽ മറ്റ് സേവനങ്ങളെല്ലാം നിലവിൽ അതുപോലെ തന്നെ അപേക്ഷിക്കാനുള്ള സംവിധാനം ലഭ്യമാണ്. വളരെ താമസിക്കാതെ തന്നെ ഈ സേവനങ്ങളും പുതിയ പോർട്ടലിലേക്ക് മാറുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസത്തിന് പുതിയ പോർട്ടലിലൂടെ അപേക്ഷ സമർപ്പിക്കുന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതിലേക്കായിട്ട് നമുക്ക് പുതിയ പോർട്ടലിലെ കർഷകരുടെ ഡാഷ്ബോർഡിലേക്ക് എത്താം. ഇതാണ് കർഷകരുടെ ഡാഷ്ബോർഡ്. അപ്പം ഓർക്കുക, എയിംസ് 1, എയിംസ് 2 അല്ലെങ്കിൽ പഴയ പോർട്ടൽ, പുതിയ പോർട്ടൽ എന്നിവയിലെടുത്ത് എല്ലാ സ്ഥലത്തും കർഷകർക്ക് ഒരേ യൂസർ ഐ ഡിയും പാസ്വേഡുമാണ്. പുതിയ പോർട്ടലിൽ പുതിയ യൂസർ ഐ ഡിക്ക് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമില്ല. എയിംസ് 1 നിലവിൽ ഉപയോഗിച്ച് വന്നിരിക്കുന്ന അതേ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക മാത്രമാണ് കർഷകർ ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഡാഷ്ബോർഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഭാഷ മാറ്റാനുള്ള സംവിധാനം ലഭ്യമാണ്. ഇംഗ്ലീഷോ മലയാളമോ ആവശ്യത്തിന് തിരഞ്ഞെടുക്കാം. ഈ മൈ ലാൻഡ് എന്ന് പറയുന്ന പോർഷനിൽ കർഷകർ എയിംസ് 1 തന്നെ ചേർത്തിട്ടുള്ള കൃഷിഭൂമിയുടെ വിവരങ്ങൾ കാണാനായിട്ട് സാധിക്കും. പുതിയ കൃഷിഭൂമിയുടെ വിവരങ്ങൾ ചേർക്കണമെങ്കിൽ ആഡ് ലാൻഡ് ബട്ടൺ ഉപയോഗിച്ച് ചേർക്കാവുന്നതാണ്. മൈ ക്രോപ്പ് എന്ന് പറയുന്ന ഭാഗത്ത് വിളകളുടെ വിവരങ്ങൾ ഉണ്ടാവും. എയിംസ് 1 ചേർത്തിട്ടുള്ള വിവരങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. പുതിയതായി വിളകൾ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ന്യൂ ബട്ടൺ ഉപയോഗിച്ച് വിളകളുടെ വിവരങ്ങൾ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. വിളകളും സ്ഥലവും എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് എന്നറിയുന്നതിലേക്കായിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുള്ള വേറൊരു വീഡിയോ ഉണ്ട്. അത് കണ്ട് മനസ്സിലാക്കുക. അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് കർഷകരുടെ ലോഗിനിൽ അപ്ലൈ ഫോർ ന്യൂ സർവീസ് അല്ലെങ്കിൽ പുതിയ സേവനത്തിന് അപേക്ഷിക്കുക എന്നൊരു ബട്ടണുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ കൃഷിഭവൻ തിരഞ്ഞെടുക്കാനായി ചോദിക്കും. അതിനുശേഷം ക്ലാസിഫിക്കേഷൻ തിരഞ്ഞെടുക്കുക. അവിടെ സബ്സിഡി അസിസ്റ്റൻസ് ആണ് നമ്മൾ അപേക്ഷിക്കുന്നത്. സബ്സിഡി അസിസ്റ്റൻസ് തിരഞ്ഞെടുക്കുക. അതിനുശേഷം അസിസ്റ്റൻസ് ഫോർ ക്രോപ്പ് ലോസ് ഡ്യൂ ടു നാച്ചുറൽ കലാമിറ്റി എന്ന് പറയുന്ന ഭാഗം തിരഞ്ഞെടുക്കുക. അതിനുശേഷം അപ്ലൈ ഫോർ ന്യൂ ബട്ടൺ അമർത്തുക. അവിടെ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ടാവും. എയിംസ് 1 കൊടുത്തിട്ടുള്ള അതേ വിവരങ്ങൾ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പ്രൊസീഡ് ബട്ടൺ അമർത്തുക. ഇവിടെയാണ് കലാമിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ പ്രത്യേകം ഓർക്കുക, എയിംസ് 1 പോർട്ടലിൽ നമ്മൾ സമർപ്പിച്ചിട്ടുള്ള അപേക്ഷകളുടെ സാങ്ഷനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ 1 പോർട്ടലിൽ തന്നെയായിരിക്കും സംഭവിക്കുക. അപ്പോൾ പഴയ അപേക്ഷകളുടെ വിവരങ്ങൾ കാണണമെങ്കിൽ ഈ 1 പോർട്ടലിൽ ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് മൈ ആപ്ലിക്കേഷൻസിൽ പോയിട്ട് നിങ്ങൾക്ക് പഴയ അപേക്ഷകളുടെ വിവരങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. പുതിയ അപേക്ഷ ഇവിടെ സമർപ്പിക്കാനായിട്ട് കഴിയില്ല. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പുതിയ പോർട്ടലിലേക്ക് എത്തിയിരിക്കുന്നത്.
അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് എന്നാണ് നാശനഷ്ടം സംഭവിച്ചത് എന്നുള്ള തീയതി നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഏത് കലാമിറ്റിയാണ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. കലാമിറ്റി ഡിസ്ക്രിപ്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്യാം. എന്നിട്ട് സേവ് ബട്ടൺ അമർത്തുക. ഇപ്പോൾ ഇത് സേവായി കഴിഞ്ഞു. ഇതിലെന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ എഡിറ്റ് ബട്ടൺ അമർത്തിയതിന് ശേഷം ആവശ്യമായ മാറ്റം വരുത്തി വീണ്ടും സേവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ സേവ് ബട്ടൺ അമർത്തിയതിന് ശേഷം വിളകളുടെ വിവരങ്ങളാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിലേക്കായിട്ട് ക്രോപ്പ് സെലക്റ്റഡ്, അവിടെ ഏതാണോ നാശനഷ്ടം ഉണ്ടായ വിള അത് സെലക്ട് ചെയ്യുക. സ്റ്റേജ് ഏതാണെന്ന് സെലക്ട് ചെയ്യുക. നെല്ലാണ് ഇപ്പോൾ സെലക്ട് ചെയ്തത്, അതിന് സ്റ്റേജ് ഇല്ല. വാഴയോ തെങ്ങോ കവുങ്ങോ ഒക്കെ ആണെങ്കിൽ അതിന് സ്റ്റേജുകളുണ്ടാവും. കായ്ക്കുന്നത് കായ്ക്കാത്തത് എന്നുള്ള സ്റ്റേജുകളുണ്ടാവും. അപ്പോൾ ഇവിടെ 25 സെൻറ്റാണ് നമുക്ക് അപേക്ഷിക്കാൻ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ എത്ര സെൻറ്റാണ് നമ്മൾ അപേക്ഷിക്കുകയെന്ന് കൊടുക്കുക. ഇവിടെ ഒരു വിള നാശനഷ്ടത്തിൻ്റെ ഒരു ഫോട്ടോ തിരഞ്ഞെടുക്കുക. അതിനുശേഷം ആഡ് ബട്ടൺ കൊടുത്താൽ നമ്മൾ ഈ ചേർത്തിട്ടുള്ള വിവരങ്ങൾ ഈ ഒരു ടേബിളിനകത്ത് വരുന്നതായിട്ട് കാണാം. ഇതേപോലെ എത്ര വിളകൾ വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ വാഴയാണ് സെലക്ട് ചെയ്തത്. അതിന് ബഞ്ചിലാണോ നോൺ ബഞ്ചിലാണോ, കുലച്ചതാണോ കുലയ്ക്കാത്തതാണോ എന്നുള്ളൊരു വിവരം നമുക്കവിടെ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത് വാഴയുടെ വിവരങ്ങൾ മറ്റൊരു ക്രോപ്പ് ഞാൻ ആഡ് ചെയ്തു. ഇത്തരത്തിൽ എത്ര ക്രോപ്പിൻ്റെ വിവരങ്ങൾ വേണമെങ്കിലും നമുക്കിവിടെ ചേർക്കാൻ സാധിക്കും. അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ അമർത്തുക. അപ്പോൾ സമർപ്പിക്കാൻ പോകുന്ന അപേക്ഷയുടെ ഒരു പ്രിവ്യൂ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊന്ന് വായിച്ച് അത്യാവശ്യം അതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ എന്നുള്ള കാര്യം നോക്കി മനസ്സിലാക്കുക. അതിനുശേഷം താഴെ കൊടുത്തിട്ടുള്ള ഈ ഡിക്ലറേഷൻ ടിക്ക് ചെയ്തതിന് ശേഷം ഫൈനൽ സബ്മിറ്റ് അമർത്തുമ്പോൾ അപേക്ഷ സമർപ്പിക്കപ്പെടുന്നതാണ്. അതിന് മുമ്പ് വേണമെങ്കിൽ പ്രിൻ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നൊരു ബട്ടൺ ഉപയോഗിച്ച് സമർപ്പിക്കാൻ പോകുന്ന ഈ അപേക്ഷയുടെ ഒരു PDF ജനറേറ്റ് ചെയ്ത് വരും. അത് ഒന്ന് വെരിഫൈ ചെയ്യുകയോ അല്ലെങ്കിൽ അത് പ്രിൻ്റ് ഔട്ട് എടുക്കുകയോ വേണമെങ്കിൽ ചെയ്യാം. പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കണം നിർബന്ധമില്ല. കൃഷിഭവനിലേക്കും ഈ പ്രിൻ്റ് ഔട്ട് സമർപ്പിക്കേണ്ട ആവശ്യമില്ല. എങ്കിലും കർഷകർക്കൊന്ന് വെരിഫൈ ചെയ്യാനായിട്ട് വേണമെങ്കിൽ ഈ ഒരു PDF ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം ഫൈനൽ സബ്മിറ്റ് ബട്ടൺ അമർത്തുമ്പോൾ ഈ അപേക്ഷ കൃഷിഭവനിലേക്ക് സബ്മിറ്റ് ആയിക്കഴിഞ്ഞു. അപ്പോൾ ഈ രീതിയിലാണ് അപേക്ഷ സമർപ്പിക്കുന്നത്. അപ്പോൾ ഇതാണ് ആ ഒരു PDF ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ രീതിയിൽ നമ്മൾ സമർപ്പിച്ചിട്ടുള്ള വിവരങ്ങളെല്ലാം ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും. ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കാം. സമർപ്പിക്കപ്പെട്ട അപേക്ഷകളുടെ വിവരങ്ങൾ മൈ ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞ ടാബിനകത്തുണ്ടാവും. അവിടെ പോയി കഴിഞ്ഞാൽ ഡ്രാഫ്റ്റ്, സബ്മിറ്റഡ്, റിട്ടേൺഡ്, പ്രോസസ്ഡ്, അതിൽ സബ്മിറ്റ് ചെയ്ത അപേക്ഷയുടെ വിവരം ഇവിടെ കാണാൻ സാധിക്കും. ഇതാണ് ഞാനിപ്പോൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ള അപേക്ഷ. അതിൻ്റെ സ്റ്റാറ്റസ് ഇപ്പോൾ ആപ്ലിക്കേഷൻ ഇനിഷ്യേറ്റഡ് എന്ന് കാണുന്നു. ഓരോ തലത്തിലും അത് പ്രോസസ്സ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് അവിടെ സ്റ്റാറ്റസ് മാറും. സാങ്ഷൻ ചെയ്ത് കഴിയുമ്പോൾ സാങ്ഷൻഡ് എന്ന് വരും. ആ രീതിയിൽ നമുക്ക് അപേക്ഷയുടെ ഇപ്പോഴത്തെ തൽസ്ഥിതി അറിയാനായിട്ട് സാധിക്കും. സമർപ്പിക്കപ്പെട്ട അപേക്ഷയിലെ വിവരങ്ങൾ കാണാനായിട്ട് വ്യൂ ബട്ടൺ കൊടുത്താൽ നേരത്തെ സമർപ്പിച്ചിട്ടുള്ള വിവരങ്ങളും ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസത്തിന് പുതിയ പോർട്ടലിലൂടെ അപേക്ഷ സമർപ്പിക്കേണ്ടത്. നന്ദി.